മലവെള്ളപ്പാച്ചിൽ കൂടിയെന്ന് മാത്രമല്ല, ചൂരൽമല ദുരന്തം കഴിഞ്ഞ് പുന്നപ്പുഴ ഒഴുകി അതേ വഴിയിലൂടെയാണ് പോകുന്നത്. സൂചിപ്പാറ വഴി നേരെ ചാലിയാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കുന്നതോടൊപ്പം തന്നെ ഈ മണ്ണ് വളരെ സാക്ചേർഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിടിഞ്ഞ് വീണ്ടും പ്രശ്നമില്ലാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നന്നായി നോക്കണം. കുറച്ചുകൂടി ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ഒരു ഘട്ടമുണ്ട് എന്ന് തോന്നുന്നു. പ്രവർത്തനങ്ങൾ കുറേ കൂടി ഏകോപിപ്പിച്ച് സോണുകൾ തിരിച്ച് വന്ന ഫോഴ്സുകൾ ഓരോന്നും എവിടെ എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടാക്കലാണ് ഇപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തെ കാര്യം അന്വേഷണമാണ്. അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവരുമായി കൂടിയാലോചന നടത്തണം. ഇപ്പോൾ തന്നെ കുറ്റക്കാരെ ആരെന്ന് ഫിക്സ് ചെയ്ത് അന്വേഷണം നടത്താൻ പോകരുത്. അന്വേഷണം സമഗ്രമാകണം. അതിൻ്റെ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകണം. എല്ലാ വിഷയങ്ങളും അതിൽ ഉൾപ്പെടുകയും വേണം. ഇപ്പോൾ കാര്യങ്ങൾ അത്രേ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ സർക്കാരുമായി ഈ ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണെന്നുള്ളത് കൊണ്ട് ഒരു വിമർശനത്തിനും എതിരഭിപ്രായത്തിനും ഇപ്പോൾ മുതിരുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ അധികാര കേന്ദ്രങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തരുത്. അത് അന്വേഷണത്തിന് ശേഷം നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനം അതാണ്. കുറവുകളും കൂടുതലുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടവരോടൊപ്പം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തുക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാണ്. ദുരന്തമുഖത്തിൽ പെട്ട് കാണാതായവരെ കണ്ടെത്തി ഉറപ്പുവരുത്തുക. വീണ്ടും ഇതിനെ തുടർന്നൊരു ദുരന്തമില്ലാതെ ഈ പ്രദേശത്തെ രക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കുക. മണ്ണിടിഞ്ഞ് കിടക്കുന്നതൊക്കെ പതുക്കെ മാറ്റാൻ ഇപ്പോൾ പോയില്ലെങ്കിൽ ഇനി അന്തരീക്ഷം എങ്ങനെയാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്ന് വരുന്ന പ്രഷർ, സോയിൽ പൈപ്പിങ്ങിനെ പോലെയുള്ള ചില അന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സംഭവം. അതുകൊണ്ട് ഇപ്പോൾ കിടക്കുന്ന കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും ഇവിടെ കുമിഞ്ഞുകൂടി വന്നിട്ടുള്ള മണ്ണും അപകടം ഉണ്ടാക്കാത്ത വിധത്തിൽ സെറ്റിൽ ചെയ്യണം. മാറ്റുക എന്നുള്ളത് പ്രായോഗികമല്ലെങ്കിൽ സെറ്റിൽ ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും അതൊരു അപകടത്തിലേക്ക് പോകും. തുടരപകടങ്ങളില്ലാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.